ഹായ് നമസ്കാരം. ജോബി കൊണ്ടൂറാണ്. എനിക്ക് കിട്ടിയ ഒരു പണിയുടെ ബാക്കി പത്രത്തെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ വ്ളോഗിലൂടെ. എല്ലാവരും ഇലക്ട്രിക് ബൈക്ക് എടുക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പെട്രോൾ അടിക്കണ്ടല്ലോ. ഒരു മാസം 9,000 രൂപ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന ഞാൻ 300 രൂപയ്ക്ക് ഒരു മാസം പോയിട്ട് വരുന്ന രീതിയിൽ ഒരു ഇലക്ട്രിക് ബൈക്ക്, റിവോൾട്ട് ബൈക്ക് എടുത്തു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കുന്നത് ഞാൻ എന്തിനിത് ചെയ്തു എന്നുള്ളതാണ്. എന്താ ചില നുറുങ്ങുകൾ നൽകാനാണ് ഇന്നത്തെ ഈ വ്ളോഗ്. ഒന്നാമതായി, വ്യാപകമായ ഒരു പ്രചരണമുണ്ട്. റിവോൾട്ട് കമ്പനി പൂട്ടിപ്പോയി, ഇനി അത് കിട്ടാനില്ല, പാർട്സ് കിട്ടാനില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ ഒരു സ്ഥലത്തും അതിൻ്റെ ഷോറൂമുകളില്ലായിരുന്നു. എന്നാൽ ഇത് യാഥാർത്ഥ്യമല്ല. ഷോറൂം മറ്റൊരു കമ്പനി ഏറ്റെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലും ഇപ്പോൾ റിവോൾട്ടിൻ്റെ ഒരു ഷോറൂമുണ്ട്. അതിന് അബാൻ മോട്ടോഴ്സ് കുമാരപുരത്താണ്. നേരത്തെ കഴക്കൂട്ടത്തുണ്ടായിരുന്നു, ഇപ്പോൾ കുമാരപുരത്താണ്. അപ്പോൾ എല്ലാ ജില്ലകളിലും പുതിയ ഷോറൂമുകൾ ഇങ്ങനെ അവർ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വണ്ടി വഴിയരികിൽ വെച്ചിട്ട് നിന്നു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ടോ ചെയ്ത് തൊട്ടടുത്ത ഷോറൂമിലേക്ക് കൊണ്ടുപോകാനുള്ള ഇൻഷുറൻസ് കൂടി ചേർത്താണ് നമ്മൾ എടുക്കുന്നത്. പലർക്കും ഇൻഷുറൻസ് ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം. സോ അത് മനസ്സിലാക്കേണ്ടത്, ടോ ചെയ്ത് അവർ ഫ്രീ ആയിട്ട് നമ്മൾക്ക് ഒരു പൈസയും മുടക്കില്ലാതെ തന്നെ അവരെന്ത് ചെയ്യുന്നു, അതാത് ഷോറൂമിലേക്ക് കൊണ്ടുപോകും. എന്നിരുന്നാലും ഇപ്പോൾ ഈ കമ്പനി എക്സിക്യൂട്ടീവായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പല പാർട്സും ചിലപ്പോൾ അവൈലബിൾ ആകണം നിർബന്ധമില്ല ഉടൻ തന്നെ. സോ എന്തായാലും അവരത് വരുത്തിച്ച് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ ഓട്ടത്തിലായിരുന്നു. എങ്ങനെ ഇതിൻ്റെ ഒരു ഷോറൂം കണ്ടെത്താൻ പറ്റും, അങ്ങനെയുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. പക്ഷെ നടന്നില്ല. കഴിഞ്ഞ ദിവസമാണ് എനിക്ക് ഈ ഷോറൂമുകാരുടെ ഒരു നമ്പർ കിട്ടിയത്. അത് എറണാകുളത്ത് വിളിച്ചിട്ട് എറണാകുളത്ത് നിന്ന് അവരെന്ത് ചെയ്തു, തിരുവനന്തപുരത്തെ നമ്പർ തന്നു. അതിനുശേഷം രണ്ടാമത് നമ്മൾ വിളിച്ചിട്ട് ഈ ഷോറൂം എവിടെയാണെന്നുള്ള കാര്യം നമ്മുടെ ഇൻഷുറൻസ് ICICI-യുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് ആയിരുന്നു എടുക്കുന്നത്. അവരെ വിളിച്ച് പറഞ്ഞു. അവർ വന്ന് വണ്ടി ടോ ചെയ്ത് ഷോറൂമിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ആ ഷോറൂമിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോ ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള വീഡിയോ പുറമേ നമുക്ക് കാണാം. പുറകാലെ ഞാനത് പറയുന്നതായിരിക്കും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്. ഇപ്പോഴെനിക്ക് സംശയമുണ്ട്, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാകാത്ത നിലയിലാണുള്ളത്. തിരിച്ചു വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ മറുപടി എന്താണെന്നുള്ളത് നമുക്ക് കാണാം. എന്തായാലും റിവോൾട്ട് എന്ന ഇലക്ട്രിക് ബൈക്ക് വാങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടുപോയവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ പിന്തുടരുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഭാഗങ്ങളിൽ എന്താണ് എൻ്റെ ബൈക്കിന് സംഭവിച്ചത്, ഇതിൻ്റെ അവസ്ഥ എന്താണ്, ഇനി മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, കൺസ്യൂമർ കോർട്ടിലേക്കോ മറ്റോ ഈ ബൈക്കുമായി പോകേണ്ടതുണ്ടോ, പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, ഇതൊക്കെ നമുക്ക് കാണാം. താങ്ക് യു.